ഹലോ ഗൈസ്, പുതിയ ആൾക്കാർക്ക് വെൽക്കം, തിരിച്ചു വരുന്ന ആൾക്കാർക്ക് വെൽക്കം ബാക്ക്. ഞങ്ങൾ അറിയാലോ, ഫുഡ് ക്രിറ്റിക്കൽ ഒരു ഫുഡ് റിവ്യൂ ചാനലാണ്. ഞങ്ങൾ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഞങ്ങളുടെ സീരീസിന്റെ പേര് 1v1, 1 വേഴ്സസ് 1. ഞങ്ങള് ഇന്ന് ഡോമിനോസും ഈ പിസ്സ ഹട്ടും ട്രൈ ചെയ്യാം എന്നാണ് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ TC ഒക്കെ ചെയ്ത്, പക്ഷെ ഇന്ന് ഡോമിനോസ് ക്ലോസ്ഡ് ആയിരുന്നു. സെക്കൻഡ് എപ്പിസോഡിന് എന്റെ പണി കിട്ടി. ദീപാവലിക്ക് പണി വന്നു. അതുകൊണ്ട് ഇന്ന് ബർഗറിലേക്ക് പോവാം. ബെസ്റ്റ് ബർഗർ സ്പോട്സ് ഇൻ കാലിക്കറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വരുന്ന 3 സ്പോട്സ് അതാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബർഗർ ഞങ്ങൾ നാഷ്വിലാണ് എടുത്തിരിക്കുന്നത്. കാരണം 3 പേർക്കും ഒരു നാഷ്വിലാണ് കോമൺ ആയിട്ടുള്ളത്, നാഷ്വിൽ എടുത്തിരിക്കുന്നു. പിന്നെ ബീഫ് ബർഗർ, അത് സ്മാഷ് പാറ്റീസ് ഉള്ള ബർഗേഴ്സ് ആണ് നോക്കുന്നത്. ഓരോരോ പേരുണ്ട്, പക്ഷെ സെയിം ആണ്, സംഭവം സെയിം ആണ്. പിന്നെ ഞങ്ങൾ ലോഡഡ് ഫ്രൈസ്, ഇപ്പൊ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ലോഡഡ് ഫ്രൈസ്. എവിടെ പോയാലും ഓൾമോസ്റ്റ് എല്ലാ ഫാസ്റ്റ് ഫുഡ് ജോയിൻസിലും ഉള്ള സാധനമാണ് ഇപ്പൊ ലോഡഡ് ഫ്രൈസ്. അടുത്താണ് ഭയങ്കര ഫേമസ് ആയി വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പാടും, ഇപ്പൊ ട്രൈ ചെയ്യാം. പിന്നെ നമുക്കൊരു ഫോർത്ത് ഐറ്റം അത് വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. കാരണം ഇവർക്ക് ഈ 3 അല്ലാണ്ട് ബാക്കിയുള്ള കോമൺ ആയിട്ട് സാധനം ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഓരോ വെറൈറ്റി ആയി അവര് കാണിക്കുന്നത്, അവര് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതെടുത്ത് ഞങ്ങൾ കാണിക്കുന്നു. നമ്മളെ ബർഗർ സ്പോട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലേ? അപ്പൊ തുടങ്ങിക്കോ. ഫസ്റ്റ് സ്പോട്ട് ജസ്റ്റ് ലോഫ്. ഇത് ചെയിനാണ്, കുറെ സ്ഥലത്തുണ്ട്. പിന്നെ ഞങ്ങള് റിയലി ഗുഡ് കസ്റ്റമേഴ്സ് ആണ്, കാരണം കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. ആഴ്ചയിൽ പോകുന്ന ഒരു ലൊക്കേഷൻ ആണ്. അങ്ങോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് സ്വിഗ്ഗി ചെയ്യും, അതാണ്. വളരെ നല്ലൊരു സ്ഥലമാണ്, നല്ല ആംബിയൻസും നല്ല ഇതുള്ള സ്ഥലമാണ്. ഇനി രണ്ടാമത്തെ സ്പോട്ട് ബിയോണ്ട്. ഇത് വളരെ ഫേമസ് ബർഗർ സ്പോട്ട്സ് ആണ്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കയറുന്ന ഒരു സ്പോട്ടുകൾ ഒന്നാണ്. നമ്മൾ കോഴിക്കോടാണ് തുടങ്ങിയത്, അതുകൊണ്ട് നമ്മൾ എന്തായാലും റിവ്യൂ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ പോയി കഴിച്ചിട്ടില്ലെങ്കിലും കുറെ പ്രാവശ്യം ഓർഡർ ചെയ്തു. ഞങ്ങളുടെ ക്യാമറമാൻ അവിടെ പോയി കഴിച്ചിട്ടുണ്ട്. അവന്റെ റെക്കമെൻഡേഷൻ ആണിത്. ഗൂഗിൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അവന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവൻ തെറ്റാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഗൂഗിൾ റെക്കമെൻഡ് ചെയ്തപ്പോ അവന് ശരിയാണെന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. ഓക്കെ, മൂന്നാമത്തെ സ്ഥലം ഫിൽമോർ ബർഗേഴ്സ് എന്നാണ് ഇതിന്റെ പേര്. അത് ഞങ്ങൾ ഇതുവരെ പോയി കേട്ടിട്ടില്ല. പക്ഷെ ഗൂഗിളിൽ കാണിച്ചുകൊണ്ട് ഇതാണ് ബെസ്റ്റ് മൂന്നാമത്തെ സ്ഥലം എന്ന് ഞങ്ങൾ എടുത്തിരിക്കുന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഓണസ്റ്റ് റിവ്യൂ ഫസ്റ്റ് ട്രയൽ തന്നെ പറയുന്നു, അല്ലേ? അതെ, എല്ലാം ഉണ്ടല്ലോ, എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു സാധനം മാത്രം ഇതിൽ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഈ പുതിയ സ്പോട്ട് ആയോണ്ട് ക്യാമറമാനും കാണിക്കാൻ പറ്റും, കാണിച്ചിരിക്കും, ചിലപ്പോ കാണിക്കും, ഉറപ്പില്ല. നോക്കാം, ചരമകുളത്തിലാവും. അപ്പൊ കുറെ സാധനങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. നമുക്ക് അപ്പം തുടങ്ങാല്ലേ? കുറെ സാധനങ്ങൾ കഴിക്കണ്ട, നമുക്ക് വീഡിയോ എടുക്കണം. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് നാഷ്വിൽ ബർഗേഴ്സ് ആണ് ട്രൈ ചെയ്യുന്നത്. ചിക്കൻ കാണാമല്ലോ, നന്നായി വെച്ചിട്ടുണ്ട്, പ്രസന്റബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത് ജസ്റ്റ് ലോഫ്, ഇത് ഫിൽമോർ വീണ്ടും സോറി ഫിൽമോർ. പുതിയ സ്ഥലമായിട്ട് പേര് തെറ്റും, ഒന്നും വിചാരിക്കരുത്. എന്നെ ആലെന്നു എല്ലാ സ്ഥലങ്ങളും വിളിക്കാം, പക്ഷെ ഞാൻ തന്നെയാണ്. അതേമാതിരി ഇതാണ് അതാണ് ഫിൽമോർ. ഫിൽമോർ. പിന്നെ ഇതാണ് നമ്മളെ ബിയോണ്ട് ബർഗർ. അപ്പം തുടങ്ങല്ലേ? അത് നമ്മൾ പകുതിയായി, എന്തൊക്കെയാ പൊളിഞ്ഞു. നല്ല ഹോട്ടാണ്. ലെറ്റസ്, നാഷ്വിൽ ഹോട്ട് സോസ് ഇസ് ഗുഡ്, വെരി ഗുഡ്.
എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാത്തിനും ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഹാലപ്പീനോ, ഹോട്ട് സോസ് എല്ലാം അറിയുന്നുണ്ട് ആക്ച്വലി. അറിയുന്നുണ്ട് മാത്രമല്ല ഭയങ്കര ഹോട്ട്. ഇത് നല്ല എഡിഷൻ, അതെന്തായാലും വേണ്ടി വരും. ഇത് നമ്മൾ സ്ഥിരമാക്കുന്നു. ഇവര് ഇങ്ങനത്തെ ഹോട്ട് സാധനങ്ങൾ കൊടുക്കും, ഇത് നമ്മൾ സ്ഥിരാക്കാൻ പാരക്ലൻസർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ റിവ്യൂലേക്ക് പറയുകയാണെങ്കിൽ ചിക്കൻ ഭയങ്കര ഹോട്ടാണ്, അതേമാതിരി തന്നെ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? നല്ല എരിവുണ്ട്, അത് കണ്ടാൽ തന്നെ കരയാൻ തുടങ്ങിയപ്പോ തന്നെ എരിവുണ്ട്. അപ്പൊ അത് എരിവ് പറ്റാത്തവര് ഫസ്റ്റ് റൗണ്ട് ആയിത്തോളൂ, സമയമുണ്ട്. അപ്പൊ എരിവ് പറ്റാത്തവര് ഒന്ന് സൂക്ഷിച്ച് കഴിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ നാഷണൽ ബർഗേഴ്സും ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. ഹോട്ട് സോസ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ അത് പറ്റാത്തവര് ഒന്ന് സൂക്ഷിക്കാം. പിന്നെ ആൾക്കാർ സൂക്ഷിക്കുക. അതിൻ്റെ ഉള്ളിലത്തെ കണ്ടന്റ് എന്തൊക്കെയായിരുന്നു? നമ്മള് കുക്കുംബർ അല്ലാണ്ട് ഹാലപ്പീനിയോ, കുക്കുംബർ കുക്കുംബറാന്ന് തോന്നുന്നു. സാധാ നല്ല സൈസ് പാറ്റിയാണ് കേട്ടോ, നല്ല സൈസ് ഉണ്ട് പാറ്റിക്ക്. ശരി, ചിക്കൻ പീസ് അത്യാവശ്യം കുറച്ചുണ്ട്, നല്ല അടിപൊളി. അത് നല്ലോണം അറിയും ചെയ്യും, ശരിക്കും കിട്ടും, നല്ല അടിപൊളിയായിട്ട് അറിയുന്നുണ്ട്. എന്നാ നമുക്കൊരു അപ്പം 8 വെച്ച് തുടങ്ങാം. ആക്ച്വലി എനിക്ക് കുറച്ച് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ തൽക്കാലം പേജ് വെച്ച് ഞാൻ 9 കൊടുക്കുന്നു, അവൻ 8. അപ്പൊ അടുത്തത് പേരറിയാത്ത നമ്മളിവിടെ മോളിൽ അതിന്റെ പേര് കയറ്റി എഡിറ്റ് ചെയ്ത് കേട്ടാ. ഓക്കെ, നോക്കാം. നല്ല ക്രോസ് സെക്ഷൻ തുടങ്ങിയപ്പോഴേക്കും. എന്നാ ഞാനും തുടങ്ങും. വിശന്നിരിക്കുക, സോറി. ക്യാമറമാൻ അവിടെ ഇരുന്ന്. വേറെ കുറെ സാധനങ്ങൾ അറിയുന്നുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. ഇത് ആക്ച്വലി ലൈറ്റർ ഫ്ലേവറാണ്. കമ്പാരിറ്റീവ്ലി ലൈറ്റ് ആട്ടോ. ഇത് എരിവില്ല മാത്രമല്ല കരയേണ്ട ആവശ്യമില്ല. അതെ, ന്യൂട്രൽ ആണ്. പിന്നെ ചിക്കൻ അറിയുന്നില്ല, ചിക്കന്റെ ടേസ്റ്റ് എനിക്ക് കുറച്ചും കൂടെ കിട്ടുന്നില്ല. മറ്റേത് ചിക്കൻ ഭയങ്കര പ്രൊണൗൺസ്ഡ് ആണ്, നമുക്ക് അറിയാൻ പറ്റും ചിക്കൻ വരുമ്പോഴത്തേക്കും. ഇതില് അത്രയ്ക്ക് അറിയുന്നില്ലെങ്കിലും പക്ഷെ നല്ല ബർഗറാണ്, കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ എന്താ വെച്ചാൽ, നാഷ്വിൽ ചിക്കൻ ബർഗർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ നാഷ്വിൽ സോസും ചിക്കനും ആണ് അറിയേണ്ടത്. ഇത് എന്താ പറയുക, ഒരു ചിക്കൻ ബർഗർ, നല്ല ബർഗറാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. എബവ് ആവറേജ് ആണ്, കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എന്താ പറയാ, നമുക്ക് കുറച്ചും കൂടെ മറ്റേ എന്താ പറയാ, ഹലപ്പീനോസ് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, ചീസ് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ചീസ് ഇല്ല ആക്ച്വലി, ചീസ് ഇല്ലാന്നോ. ഇതിന്റെ ചീസ് ഇത് കുറച്ചും കൂടെ ഫ്ലേവർഫുൾ ആണ്, പക്ഷെ ഹോട്ട് അല്ല. അപ്പൊ ഞാൻ അതാ പറയുന്നത് വെച്ചാൽ, നാഷണൽ ചിക്കൻ ബർഗർ എന്ന് പറയുമ്പോൾ ആ ഹീറ്റും അല്ലെങ്കിൽ ആ ഫ്ലേവറും ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാന്നല്ല, എന്റെ മനസ്സിലെ ആൾക്കാരാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് കഴിക്കുക. അതെ, ആൾക്കാരാണെങ്കിൽ എന്തായാലും കഴിക്കുക. ഹീറ്റൊന്നും താങ്ങാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, മറ്റേലേക്ക് പോകണ്ട. അല്ലാത്തവർ മറ്റേത് വെച്ച് ട്രൈ ചെയ്യാം. അപ്പൊ ഓക്കെ, ഒന്നും കൂടെ ഇതൊരു സ്ഥിരം പരിപാടിയാകണം, കുറച്ച് കുപ്പി വെച്ചേക്കും. അപ്പൊ ഓക്കെ, ബിയോണ്ട് ബർഗറിലേക്ക് എടുക്കും. ഇതിന്റെ നല്ല വലിപ്പമുണ്ട് ചിക്കൻ പാറ്റിക്ക്, കാണാൻ തന്നെ അല്ലേ? മസാല ഹലപ്പിനോസ് കാണാൻ കൊള്ളാൻ ചിക്കൻ ക്രിസ്പ് കിട്ടണ്ടേ. അല്ല വെയിറ്റ് ചെയ്യും, നമ്മൾ ഇതിന് സ്കോർ കൊടുത്തോ? ഇതിന് 6. എനിക്ക് 6 ഇല്ല, എനിക്ക് 5 നോർമലാണ്. ഇതാണ് കേട്ടോ സ്പെസിഫിക്കലി പറയുന്നുണ്ട് 6, ഫിലമോറിന്റെ 6 ആൻഡ് 5 എനിക്ക്. അതേസമയം സോറി, നമ്മളെ മെയിൻ ടോപ്പിക് വിട്ടെ, ബിയോണ്ട്. ഇതിനും നല്ല എരിവുണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എരിവ് അറിയുന്നത്. ഇതില് കടിച്ച അപ്പൊ തന്നെ എരിവ് കിട്ടുന്നുണ്ട്, ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡിലേഡ് ബോംബാണത്. ശരിയാ. എനിക്ക് പക്ഷെ ബിയോണ്ടിന്റെ
പോരാതോ എന്നുവെച്ചാ എന്താ പറയാ ഫ്ലേവർ കിട്ടുന്നുണ്ട് പക്ഷെ പോരാ. എനിക്ക് പക്ഷെ ബിയോണ്ട കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എരിവ് കൂടുതലാണ്, അതിന്റെ നല്ല കൂടുതലാണ്. ഡിലേഡ് മുമ്പാണ്. ഓ ശരിയാ, ഡിലേഡ് ആണ്. എനിക്ക് കിട്ടി വരുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി ഹീറ്റ് അതാണെന്ന് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നത്. എനിക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഇതൊക്കെ. അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവും എനിക്ക് അറിയില്ല. ഡിസ്ക്ലൈമർ ഗൈസ്, നാഷണൽ ചിക്കൻ ബർഗർ കഴിക്കുന്നവർ എരിവ് താങ്ങാൻ പറ്റും എന്ന് ഉറപ്പിച്ചിട്ട് കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ പണി കിട്ടും. നല്ല അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ബിയോണ്ട് പറയാൻ പറ്റൂ, എനിക്ക് കുറച്ചും കൂടി അതാ ഇഷ്ടപ്പെട്ടത്. എല്ലാ സാധനവും കിട്ടുന്നുണ്ട്, ഹലപ്പിനിയോസ് കിട്ടുന്നുണ്ട്, ലെറ്റ്യൂസ് കിട്ടുന്നുണ്ട്. അതിലും ചീസ് ഉണ്ടോ? ചീസ് ഉണ്ട് ആക്ച്വലി. ചീസ് ഉണ്ടല്ലേ? ചീസ് അല്ല ആക്ച്വലി ഇല്ല, ചീസ് ഇല്ല. കോസ്ലോ എരിവ് ബ്രേക്ക്. We are back from technical difficulties. Fully recovered അല്ലെങ്കിലും I am back. അപ്പൊ എന്താ എന്റെ അഭിപ്രായം? എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചെസ്ലോഫ് ആണ്. ഞാൻ ഇത് 7 റേഞ്ചിലേ ഉള്ളൂ എനിക്ക്. എന്ന് വെച്ചാൽ നാച്ചുറൽ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഡിലേഡ് ആണ് കുറച്ചും കൂടെ, ഹീറ്റ് ഡിലേഡ് ആണ് എന്നാലും അറിയും. പക്ഷെ എന്നാലും എനിക്ക് ആ നാച്ചുറൽ ഫീല് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു ചെസ്ലോഫിനാണ്. എനിക്ക് അതാ എനിക്ക് ബിയോണ്ടാ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ അതിനൊരു ഇതിന് 8 അല്ലേ കൊടുത്തു, അപ്പൊ അതിന് ഞാൻ കൊടുക്കണം. എനിക്ക് ഇതിനൊരു 7 മതി, അത്രേ ഉള്ളൂ. 7 മതി, അത് മതി. എനിക്ക് അത്രേ ഫീൽ ചെയ്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെസ്ലോഫ്. അതിന് ലൈക്ക് നോ കമ്പാരിസൺ അറ്റ് ഓൾ എനിക്ക് തോന്നിപ്പോയി. അവന് എനിക്ക് കമ്പാരിസന്റെ മുകളിലാണ്. അത് അവന് എരിഞ്ഞോണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലേ ഒരു കാരണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. അതും പറയാതിരിക്കുന്നു. പിന്നെ വീഡിയോ അല്ലേന്ന് വെച്ചാൽ പറയാണ്ടല്ലോ. അതെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്. അപ്പൊ ഓക്കെ ഗൈസ്, അടുത്ത റൗണ്ടിലേക്ക് അപ്പൊ ഓക്കെ, സെക്കൻഡ് റൗണ്ട്. ബീഫ് ബർഗേഴ്സ്, സ്മാഷ് ബർഗേഴ്സ് ആണ് കാറ്റഗറി. ബീഫ് ബർഗേഴ്സ് ആണ് കാറ്റഗറി. സബ് കാറ്റഗറി സ്മാഷ് ബർഗേഴ്സ് ആണ്. നമ്മൾ അതാണ് ട്രൈ നോക്കാം. ഇത് കണ്ടിട്ട് വലിയ സ്മാഷ് എല്ലാം തോന്നുന്നു. സ്മാഷ് ആണ്. ആരും അതിന്റെ മീതെ കൂടെ നടന്ന മാതിരിയുണ്ട്. പാറ്റീസ് ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് ആദ്യം ഇത് വെച്ച് തുടങ്ങാം അല്ലെ? ചെസ്ലോഫ്. ബീട്രൂട്ട് ഒക്കെ നല്ല കാരമലൈസേഷൻ കിട്ടുന്നുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്. മഷ്റൂം ഒക്കെയാണോ? ചീസ്, സോസ്, പാറ്റി, ഹലോ ഹലപ്പീനിയോ കുക്കുംബറ, മഷ്റൂം അല്ലേ? സാധനം കൊള്ളാം. എനിക്കുണ്ടല്ലോ സാധനം കൊള്ളാം. ഞാൻ ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരു ആവറേജ് അത്രേ ഉള്ളൂ. ആ കാരമലൈസ്ഡ് ഓണിയൻ ആക്ച്വലി കൊള്ളാം. ആ ഒരു സ്വീറ്റ്നെസ്, ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട് എല്ലാത്തിനും. പക്ഷെ എന്നാലും ഒരു നോർമൽ സ്മാഷ് ബർഗർ ഭയങ്കര അടിപൊളി ഒന്നല്ല, നോർമൽ ഒരു ആവറേജ് 6. ഞാൻ ഒരു 6 സ്കോർ ഇടാണെങ്കിൽ ഞാൻ ഒരു 6 പറയുന്നു. എനിക്ക് അത്ര 5 ആ റേഞ്ചിലൊക്കെ തന്നെയുള്ളൂ, ആവറേജ്. അപ്പോ ലെറ്റ്സ് മൂവ് ഓൺ ടു സെക്കൻഡ് വൺ. ഫിൽമോർ ബർഗേഴ്സ്. ഓക്കെ, പറഞ്ഞു ശരിയായിരുന്നു തോന്നുന്നു ഗൈസ്. നല്ല ക്രോസ് സെക്ഷൻ. ഇതിനായിട്ട് ഇതൊക്കെ ഉണ്ടോ? ക്യാബേജ്, ലെറ്റ്യൂസ്. ഇവരുണ്ടല്ലോ പാറ്റി കുറവാന്ന് മാത്രമല്ല, ഇവർക്ക് ആ ഒരു 1000 Island സോസ് ഇല്ലേ, അത് ഭയങ്കരമായിട്ട് എല്ലാത്തിലും കിടന്ന് ഉപയോഗിക്കുന്നുണ്ട് കുറെ. മറ്റേ ലാസ്റ്റ് മറ്റേ നാഷണൽ ബർഗേഴ്സിലും അത്
അതാണ് കുറച്ചും കൂടെ പ്രൊണൗൺസ്. അതാണ് അതാണ് പാറ്റിക്ക് അത്രയ്ക്ക് പാറ്റിക്ക് ഒരു ഹൈലൈറ്റും ഇല്ല എന്ന് മാത്രമല്ല, ഒരു കിട്ടുന്നില്ല. നാഷണൽ സോസ് കൊള്ളാം, അല്ല നാഷണൽ സോസ് സോറി, തൗസൻഡ് ഐലൻഡ് സോസ് ആണ്. തൗസൻഡ് ഐലൻഡ് സോസിന്റെ എഫക്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ സ്മാഷ് ബർഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പാറ്റി നമ്മൾ ഫീൽ ആ കോമ്പിനേഷനും എല്ലാത്തിനും കൂടി പോരാ. എനിക്ക് 4 ഇല്ല, എനിക്ക് 3 മതി. ആവറേജ് ആയിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇതൊന്നും വെച്ച് കമ്പയർ ചെയ്യാം. ലൈക്ക് അത് ആക്ച്വലി സ്മാഷ് ബർഗർ ആണെന്നെങ്കിൽ പറയാം. ഇത് ഞാൻ 4 കൊടുക്കാം. 3 മതി. ദാറ്റ് ബാഡ്. യാ ലൈക്ക് ബർഗർ കുഴപ്പമില്ല. നമ്മൾ ബർഗർ ആയിട്ട് പറയുമ്പോൾ കുഴപ്പമില്ല. ബാലറ്റ് ചെയ്യട്ടെ. പക്ഷെ ബർഗർ ആയിട്ട് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അതേമാതിരി തന്നെ നമ്മൾ സ്മാഷ് ബർഗർ എന്ന് പറയുമ്പോൾ പാറ്റി ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ നോ യൂസ്. പിന്നെ ബിയോണ്ട്. ഓ കാണുമ്പോ തന്നെ ഒരു പവർ ഉണ്ട് അല്ലേ? എന്താ സാധനം ഇത്? ആക്ച്വലി ബിയോണ്ട് എടുക്കും എന്റെ മനസ്സ് പറയും. ബിയോണ്ട് എന്റെ മോനെ, ലാസ്റ്റ് ടൈം ജസ്ലോഫ് ആണെങ്കിൽ ബിയോണ്ട് ടേക്സ് ഇറ്റ്. ഓ ബീഫ് ബർഗർ എന്നൊക്കെ പറഞ്ഞ ഇതാണ് സാധനം. 9 മാച്ച് ഇറ്റ്. അത്ര അടിപൊളി സാധനം എന്റെ മോനെ. ബീഫിന്റെ ടേസ്റ്റ് ചെയ്യണോണ്ട് എല്ലാം കൂടി കോമ്പിനേഷൻ ടേസ്റ്റ് എഫക്ട് കിട്ടുന്നു അവന്റെ മോനെ. എന്താണ് ഇതിലൊക്കെ ബീഫ് ഒറ്റയ്ക്ക് നിന്നിട്ട് നിൽക്കായിരുന്നു. അതില് ബീഫിന്റെ കൂടെ പോരാളികളുണ്ട്. അടിപൊളി സാധനം. അടിപൊളി 9 മാച്ച്ഡ്. അടിപൊളി സാധനം. എനിക്ക് തോന്നുന്നില്ലേ വേണ്ട, സെക്കൻഡ് എപ്പിസോഡ് ആയിട്ടില്ലല്ലോ. നമ്മൾ 10 കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ മതി സ്മാഷ് ബർഗർ കഴിക്കണമെങ്കിൽ. അതെ, ഹാർട്ടിൽ 10. അത്ര അടിപൊളി സാധനം. ബീഫ് ബർഗർ കഴിക്കണമെങ്കിൽ ഗോ ടു ബിയോണ്ട്. ഒന്നും പറയാനില്ല, നോ കമ്പാരിസൺ. അപ്പൊ ഗൈസ്, വെൽക്കം ടു തേർഡ് റൗണ്ട്. കഴിഞ്ഞ ആഴ്ച എരിവില്ലാത്തോണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളെ തേർഡ് റൗണ്ട് ഇനി ലോഡഡ് ഫ്രൈസ് അല്ലെങ്കിൽ അഥവാ ആനിമൽ ഫ്രൈസ് അല്ലേ? എല്ലാ വഴിക്കും അങ്ങനെയും പറയാം. ഓരോരുത്തരും ഓരോ പേര്. ഇൻ ആൻഡ് ഔട്ടോ എന്തോന്നല്ലേ തുടങ്ങിയത് ആനിമൽ ഫ്രൈസ് വന്നിട്ട് പിന്നെ എല്ലാരും അത് ഇങ്ങനെ എടുത്താണ് ആ പേരാണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് ഇവിടെയും ഇത് ഭയങ്കര ഫേമസ് ആയി. ഫ്രഞ്ച് ഫ്രൈസില് അവളുടേതായ ഒരു ടോപ്പിംഗ്സ് സോസസ് എന്താ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പൊ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള സോസുകളാണ് അവർ എടുത്ത് കാണിക്കുക. അതാണ് എല്ലാത്തിലും കാണാൻ നല്ല ഡിഫറൻസിയേഷൻ ഉള്ളത്. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആണല്ലേ ജസ്ലോഫിന് കുറച്ചും കൂടെ ഡ്രൈ. നമ്മൾ ഇത് 3 ഒരേ സമയത്താവുന്ന. പക്ഷെ ജസ്ലോഫിന് എനിക്ക് കണ്ടിട്ടില്ല എന്തോ ഒരു പൊടി. ചീസ് എന്തോ ചീസ്. അത് നമുക്ക് ആ ഡ്രൈനെസിനെ പറ്റി നമുക്ക് ഇപ്പൊ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓർഡർ ചെയ്താണ്. അപ്പൊ അതിനായിട്ടുള്ള ഇപ്പൊ നമ്മള് ആ ലൊക്കേഷനിൽ പോയി കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് വീട്ടിൽ നിന്ന് കഴിയുമ്പോൾ കിട്ടൂല എന്നുള്ളത് സത്യമാണ്. ലൊക്കേഷനിൽ ഇതിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അത് നമ്മള് ഭാവി എപ്പിസോഡ്സിൽ ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പം തുടങ്ങാം. അപ്പൊ ഓക്കെ, ജസ്ലോഫ് ഫസ്റ്റ്. ഞാനൊരു ഈ സൈഡ് എല്ലാം ഉള്ള ശരിയാ. നമുക്ക് ഇങ്ങനെ എത്ര കുറച്ച് കിട്ടിയേ? ഞാൻ കുറച്ചെടുക്കാൻ നോക്കിയപ്പോ എല്ലാം കൂടി വന്നു. പഞ്ചുണ്ട്, എന്തൊരു ചീസിന്റെ പഞ്ചി ടേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ബീഫിന്റെ ടേസ്റ്റും വരുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന്റെ ഭയങ്കര കുറവാണ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോ ഇതിലത്തെ സ്റ്റാർ ബീഫ് ആൻഡ് ചീസാണ്. പ്ലസ് ഈ ഇതെന്തത് പൊട്ടാറ്റോ ചിപ്സ് പൊടിച്ചിട്ടാ ലേസ് എന്തോ പൊടിച്ചിട്ടാ അതാണെന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് കിട്ടുന്നില്ല എനിക്ക്. ഇല്ലല്ല, എനിക്കും ഒരുമാതിരി ഒരു എന്തോ ഒരു ആ ചീസിന് പഞ്ചൻ ടേസ്റ്റ് എന്താ അറിയില്ല. എന്തോ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ചീസിന്റെ ടേസ്റ്റ് കുത്തി അറിയിക്കുന്നുണ്ട്. സോസും സാധനങ്ങളൊന്നും തോന്നുന്നു കുഴപ്പമില്ല.
പക്ഷെ എന്നാലും ഫ്രഞ്ച് ഫ്രൈസിന്റെ ടേസ്റ്റും കൂടെ കുറച്ചും കൂടെ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നാം. ഇപ്പൊ തൽക്കാലത്തേക്ക് അബവ് ആവറേജ് അബവ് ആവറേജ് 5ന്റെ മുകളിൽ എനിക്ക് 6. ഞാൻ 7 കൊടുക്കും. എനിക്ക് 6 വേണ്ടു. കാരണം ആ ഒരു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ് കിട്ടുന്നില്ല. ഒരു ചില ഫ്ലേവേഴ്സ് ഭയങ്കരമായിട്ട് പ്രൊണൗൺസ്ഡ് ആണെന്നുള്ളതേ ഉള്ളൂ. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാം, ഇല്ലാന്നല്ല, എനിക്കത് ഇഷ്ടപ്പെടും. ഫിൽമോറിൽ എന്തോ ഇതെന്താണോ സ്ട്രിപ്പ് എന്താണോ എന്താ ചിക്കൻ ആണോ? ചിക്കന്റെ പീസാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചിക്കൻ ആണോ? പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് എന്താന്ന് മനസ്സിലാവണ്ട. സോസേജ് ആണോ ഇത്? ഇതൊരു ചുരുളറിയാത്ത രഹസ്യം തന്നെ. അതെ, അതെന്താ നമ്മൾ കണ്ടന്റ് ബോക്സ് ചെക്ക് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് വലിയ ഐഡിയ ഇല്ല അതെന്താണെന്ന്. മനസ്സിലാവുന്നില്ല അതെന്താന്ന്. ഫുഡിലെ വലിയ ഡിഗ്രിയും സാധനങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തായാലും പറയാൻ എന്തായാലും അതൊരു പ്ലെയിൻ സാധനമാണ്. പ്രത്യേകിച്ചൊന്നും വലിയ വ്യത്യാസമൊന്നും അറിയാനില്ല. ടേസ്റ്റ് ഉണ്ട്. പ്ലെയിൻ സാധനം. യെസ്. അതും കൂടി ഒന്ന് എടുത്ത് നോക്കാം. പ്രൈസും കൂടി എനിക്ക് ഇതും ന്യൂട്രൽ എന്നേ പറയാനുള്ളൂ. വലിയായിട്ടൊന്നും. ഫ്രഞ്ച് ഫ്രൈൻ്റെ കിട്ടുന്നത് ഇതില് ഫ്രഞ്ച് ഫ്രൈൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബീഫൊന്നും കിട്ടുന്ന പോലും ഇല്ല. അതെ, സത്യം. ആ സ്ട്രിപ്പിന്റെ ടേസ്റ്റും കിട്ടുന്നില്ല എനിക്ക്. സ്ട്രിപ്പ് അധികം ഇല്ല. സോസ് ഉള്ള മാതിരി എനിക്ക് തോന്നുന്നില്ല. അത് സോസിന്റെ ഒരു കഷ്ണം വെച്ചുകൊണ്ട് അടിച്ചു നോക്കിയാലോ? നോക്കണം. ഞാൻ എല്ലാം ഉള്ളതെന്ന് നോക്കി. ടേസ്റ്റ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈ ഫോർവേഡ് ആണത്. അതെ, ഇതിന്റെ പ്രശ്നം ഓപ്പോസിറ്റ് അല്ലേ? ഇതിന്റെ അതെ, മറ്റേ ലൈക്ക് ആക്ച്വലി ജസ്റ്റ് ലോഫില് എന്താ ബാക്കിയുള്ള ഫ്ലേവേഴ്സ് ആക്ച്വലി എടുത്ത് കാണിക്കുന്നത്. ഇതിൽ ഫ്രഞ്ച് ഫ്രൈ ഒരു മിക്സ് ഓഫ് ഒരു ഫ്ലേവേഴ്സ് കിട്ടുന്നില്ല. ഇത് എനിക്ക് ആവറേജ് 6 തന്നെ പറയാനുള്ളൂ. ഫ്രഞ്ച് ഫ്രൈ മാത്രം കിട്ടുന്നോണ്ട് ഞാൻ ഇത്തിരി കുറക്കുന്നു. ഞാൻ 4 പറയുന്നുള്ളൂ. അത്ര മോശം എനിക്ക് തോന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറയാൻ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആവറേജ് എന്നേ പറയാനുള്ളൂ. എനിക്കൊരു 5 അല്ലെങ്കിൽ 6. ഞാൻ 4 കൊടുക്കുള്ളൂ. എനിക്ക് എന്നാ പിന്നെ ഞാൻ ഒരു 5. ആവറേജ് ആണ്, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടല്ല ശരിയാണ്. കാരണം ഒന്നും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. കാരണം കമ്പയർ ചെയ്തോ ശരിയാ, ഇത് ബെറ്റർ ആണ്. അപ്പം അത് രണ്ടും 6 കൊടുക്കുന്ന ഒരു ഇതല്ല. അപ്പം ഇതിന് 6 ആണെങ്കിൽ എനിക്ക് ഇതിനൊരു 5 ആവറേജ്. ഇത് ആവറേജ് ആണ്. മറ്റേത് കുറച്ചും കൂടെ ബെറ്റർ. അതും കൂടി ട്രൈ ചെയ്യാം. അപ്പൊ ഇനി ലാസ്റ്റ് തിങ് ബിയോണ്ട് ബർഗ്. സോസും എല്ലാം കാണുന്നുണ്ട്. ചീസും എന്താ അറിയില്ല, എനിക്ക് ബിയോണ്ട് പ്ലേറ്റ് കാണുമ്പോ എനിക്കൊന്ന് കഴിക്കാം. ഇത് ആക്ച്വലി ബെറ്റർ. ഇതിനേക്കാളും ബെറ്ററാ. ഇതിന്റെ അത്രയ്ക്ക് എനിക്ക് എത്തുന്നില്ല. ഇത് എല്ലാം കൂടി ഒരു ബ്ലാൻഡ് ഫ്ലേവർ ആവാം എനിക്ക്. എനിക്കത് ടേസ്റ്റ് ഉണ്ട്. I prefer this actually. I prefer this one. എനിക്ക് അതിന്റെ ചീസ് പഞ്ചൻ ഇത് എനിക്ക് കുറച്ചും കൂടെ പ്ലീസിങ് ഫ്ലേവർ ആയിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടെ. I'll give it a 7. എനിക്ക് ആക്ച്വലി വലിയ കുഴപ്പമില്ല. എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു 5.5 6 ആണോ? എനിക്ക് ഇത് മൈൽസ് ബെറ്റർ ആണ് മറ്റേ. കാരണം ഇത് എനിക്ക് ടേസ്റ്റ് 5 തന്നെ മതി. ഇത് 4 ആണെങ്കിൽ ഇത് 5, ഇത് 7 അല്ല 6. ഇത് എത്രയാണ്? 6 ആണ്. 7 ആണ്. നിന്റെ ഇഷ്ടം. അത് എഡിറ്റിംഗിൽ ശരിയാക്കിക്കോളും. അല്ല എനിക്ക് എന്താ വേണ്ട? 6 കൊടുക്കണമെങ്കിൽ 6 കൊടുക്കുക, അല്ലെങ്കിൽ 7 പറഞ്ഞു. ഇത് 7. എനിക്കിത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അതിന് 7 കൊടുക്കുന്നു. എനിക്ക് ഇതാ ബെറ്റർ. എനിക്ക് ഇത് 7. അപ്പം അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഗൈസ്. വേണമെങ്കിൽ നമുക്ക് ക്യാമറമാന്റെ അഭിപ്രായങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇടാം. പക്ഷെ നമുക്ക് നോക്കാം. അപ്പം ഇപ്പൊ മനസ്സിലായി ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഫിൽമോറിന്റെ ഫ്രഞ്ച് ഫ്രൈ മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ മീതെ ഉണ്ട് അറിയുന്ന പോലും ഇല്ല. ഫിൽമോർ പുതിയ സ്പോട്ടായിട്ടില്ലേക്ക് അവര് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. അത് കുറച്ചും കൂടെ എക്സ്പെരിമെന്റ് ചെയ്ത് ചിലപ്പോൾ എക്സ്പെരിമെന്റിങ് ആയിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് വിചാരിക്കാം. ബാക്കിയുള്ളത് ഇത് രണ്ടും എസ്റ്റാബ്ലിഷ് ആണ്. ഈ ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടും ചെയ്യും. അപ്പൊ ഓക്കെ, അടുത്ത റൗണ്ടിൽ കാണാം.
ഓക്കെ ഗൈസ്, റൗണ്ട് 4. നമ്മുടെ ഫൈനൽ റൗണ്ട് യെസ്. ഹോട്ട് ഡോഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഐറ്റംസ്. എന്റെ ജ്യൂസ് കഴിഞ്ഞു, അതുകൊണ്ട് വെള്ളം വെച്ച് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യം വരുന്നത് അതുകൊണ്ട് ടൈമിൽ തന്നെ കണ്ടിട്ട് പേടിയുണ്ടെങ്കിൽ ചില്ലി ഡോഗ്. യെസ്. അപ്പൊ നമ്മള് ഫൈനൽ റൗണ്ട് വരുന്നത് സ്പെഷ്യൽ ഐറ്റംസ് ആണ്, വെറൈറ്റി ഐറ്റംസ്. നമുക്ക് രണ്ട് സ്ഥലത്തു നിന്നും മറ്റേ ഹോട്ട് ഡോഗ് കിട്ടി. ഇവിടെ ഹോട്ട് ഡോഗ് ഉണ്ടായിരുന്നില്ല, ഹോട്ട് ഡോഗ് ഉണ്ടായിരുന്നു, പക്ഷെ വേറെ കുറെ ഐറ്റംസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലെ. യെസ്. ഇവർക്ക് രണ്ടാൾക്കും അധികം ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. ഹോട്ട് ഡോഗ് ആയിരുന്നു ഒരു പുഷി ഉണ്ടായിരുന്നു, മെയിൻ ഐറ്റം. മെയിൻ ഐറ്റം ആയിട്ട് ഒരു പുഷിന്ന് ഇതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് രണ്ടുപേർക്കും ഹോട്ട് ഡോഗ് എടുത്തു, ഇവിടെ നിന്ന് ഇൻസൈഡ് നാച്ചോസ് കൊടുത്തു. അതിൻ്റെതായ കൺസിഡറേഷൻ കൊടുക്കും. ഹോട്ട് ഡോഗിനുള്ള മാതിരി തന്നെ ഇതിനും മാർക്ക് കൊടുക്കുന്നുള്ളൂ. അതെ, മോറൽസും എത്തിക്സും. യെസ്, അതന്നെ മോറൽസ് എത്തിക്സ്. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ. ആദ്യം നമുക്ക് നാച്ചോസ് കാണുന്ന ഡിഫറെന്റ് ഫ്ലേവർ ആണ്. ആദ്യം നമുക്ക് നാച്ചോസ് വെച്ച് തുടങ്ങാം, എന്നിട്ട് നമുക്ക് ഹോട്ട് ഡോഗ്സ് കമ്പയർ ചെയ്യാം. അതായിരിക്കും ഭേദം എന്ന് എനിക്ക് തോന്നാം. ഓക്കെ, അപ്പം യെസ്, ഇത് ഹങ് കേർഡ് ആണെന്ന് തോന്നുന്നു. ഹങ് കേർഡ്. അപ്പോ അതും എടുത്തോട്ടോ. അതെടുക്കാം, പക്ഷെ ആദ്യം കുറച്ചും കൂടി ചേർത്തെടുക്കാൻ പറ്റും. ഞാൻ നോക്കിയതാ. എല്ലാം കൂടി കിട്ടുന്നില്ലല്ലോ. യെസ്, എല്ലാം ഉണ്ട്. വെള്ളം സംഭവം കൊള്ളാം. കുറച്ച് ഇതാണ്, എന്താ പറയാ, ഒന്ന് എന്താ പറയാ, കുറച്ചൊന്ന് എന്റെ ഇത് പോയി കിട്ടി, ക്രിസ്പ് പോയി കിട്ടി. അത് ആ സമയം എടുത്തോണ്ടാണ്, മറ്റേ എന്താ പറയാ സ്വിഗ്ഗിയിലൊക്കെ വരാൻ ടൈം എടുത്തോണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്രിസ്പിനെസ് എന്നാലും ഉണ്ട് കേട്ടോ. ക്രിസ്പിനെസ് എന്നാലും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് സോഗി ആയിപ്പോയി. പക്ഷെ അത് പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയാവുന്ന എനിക്ക് തോന്നുന്നു. അടിപൊളിയാവും. എനിക്കിപ്പോ തന്നെ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. സാധനം കൊള്ളാം. അതിന്റെ എന്താ പറയാ സോസുകളും അതിന്റെ അൺകട്ട് മിക്സ്ചറും ആക്ച്വലി ഗുഡ്. എല്ലാത്തിനെയും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നു. കോംപ്ലിമെന്റ് ആണ്. നല്ല സാധനം. എനിക്ക് ഒരു ഇതായോണ്ട് കേട്ടോ, ലൈക്ക് എന്താ പറയാ, സമയം ഇത്ര എടുത്തോണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഇപ്പത്തെ അവസ്ഥയിൽ എനിക്കൊരു 7 കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പാണ് ഫ്രഷ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും തന്നെ ബെറ്റർ ആയിരിക്കും. എനിക്കൊരു 8 or 9 ചിലപ്പോൾ കയറി പോയേക്കാം. ഞാനിത് അങ്ങനത്തെ ഒരു സാധനമാണ്, അങ്ങനത്തെ ഒരു ഐറ്റമാണ്. ഞാനൊരു 8 കൊടുക്കാം. ഓക്കെ, അവനൊരു 8ഉം എനിക്കൊരു 7ഉം. നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി. ഇത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് പോയി കഴിച്ചാൽ ഓഫ് കോഴ്സ് ഇത് ബിൽ ഡിഫറെന്റ്. ഇത് എത്രയോ ഇമ്പ്രൂവ്ഡ് ആയിരിക്കും, നന്നായി ഇമ്പ്രൂവ്ഡ് ആവും. അപ്പൊ ഓക്കെ, നമ്മളെ അടുത്ത ഐറ്റം ഹോട്ട് ഡോഗ്. ഫിൽ ബർഗർ വളരെ ബാക്കിലാണ്. ഇത് കഴിക്കാം, കഴിച്ചേക്കാം. നീ അതെടുത്തു. ഇങ്ങനെയാണ് കാണാൻ. കഴിക്കണം, കഴിക്കണ്ടേ? ആക്ച്വലി ഹോട്ട് ഡോഗിന്റെ സോസേജിന്റെ ടേസ്റ്റ് അടിപൊളിയുണ്ട്. ആണ്, സോസേജ് നൈസാണ്. ബാക്കിയുള്ള സാധനത്തിന്റെ ടേസ്റ്റ് പോരാ. എന്തോ ഒരു ചില്ലി മിക്സ്ഡ് ആണ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അതാ കിട്ടണത്. അല്ലെങ്കിൽ ഞാൻ വേറെ തന്നെ ഒന്ന് ടേസ്റ്റ്. ഹോട്ട് ഡോഗ് വേറെ കഴിച്ചിട്ട് അതും വേറെ കഴിച്ചു. എനിക്ക് ആ ചില്ലിന്റെ ഫ്ലേവർ വലുതായിട്ട് അടിക്കുന്നില്ല, ഇല്ലാന്ന് തോന്നണം. ഹോട്ട് ഡോഗ് ആണ്, പക്ഷെ ഹോട്ട് ഡോഗ് ഹൈലൈറ്റ് ആണ്. കുഴപ്പമില്ല. ഹോട്ട് ഡോഗ് അല്ല, സോസേജ്. സോറി, സോസേജ് ആണ് ഹൈലൈറ്റ്. അത് പക്ഷെ ബേസ് ആണ് സാധനം കുഴപ്പമില്ല. ഞാൻ 6 എനിക്കും 6 തന്നെ പറയാം. അപ്പൊ ഇത് എത്ര കൊടുത്ത് 8 അല്ലേ? അപ്പൊ കഷ്ടം. ഇതാണ്. പക്ഷെ ഇത് നിങ്ങൾ തീരെ ഒരു ആപ്പിറ്റൈസിങ് അല്ലാന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാ. പക്ഷെ വലിയ കുഴപ്പമില്ല. കണ്ടാ നമ്മളൊരു 4ഉം 3 ഒക്കെ പറയെങ്കിലും ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. നമ്മുടെ സോസേജിന്റെ ടേസ്റ്റ് നൈസ് ആണ്, വലിയ കുഴപ്പമില്ല. ഇനിയാണ് തേർഡ് ആണല്ലേ, ബിയോണ്ട് ബർഗറിന്റെ. നീ ആ സൈഡ് എടുത്തോ, ഞാൻ ഈ സൈഡ് എടുക്കാം. എനിക്ക് എരിവില്ലാത്ത സൈഡ് വേണം. ചില്ലി ഡോഗ് എന്താ സാധനം? ഇതെന്തത് സ്പൈഡർമാനോ? ആരടാ അത് വെട്ടി? ഇത് കാണുമ്പോ തന്നെ ആപ്പിറ്റൈസിങ് കേട്ടോ. ഇതിന്റെ കളറൊക്കെ ഉണ്ട്. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, വായ കൊള്ളുന്നില്ല.
ഭയങ്കര ജ്യൂസിയാണ്. ഇത് തിന്നു ഡ്രൈ ആണ്. ഭാഗത്തിന് പ്രശ്നമാണ്. ബാർബക്യൂ സോസ് അല്ലേ ഇത്? യെസ്. ഒരു മിനിറ്റ്, എനിക്ക് ആ സോസേജ് മാത്രമായിട്ട് ടേസ്റ്റ് ആണ്. കാരണം അതിന്റെ ടേസ്റ്റ് കിട്ടില്ല എനിക്ക്. കൂടുതൽ ചില്ലിന്റെ ടേസ്റ്റ് ആണ്. അതെ, ബാർബിക്യൂ ആ ചില്ലി സോസ് എന്താ വെച്ചാൽ അതിന്റെ ടേസ്റ്റ് ആണ്. വെള്ളമില്ല. ബീഫിന്റെയും ഇതാണ്, സോസേജിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. സോസിന്റെ ടേസ്റ്റ് ഇല്ല. ഇത് പ്രസന്റേഷൻ വയസ്സായിരുന്നു വെച്ചെങ്കിലും വിചാരിച്ച അത്രയ്ക്ക് വന്നില്ല. എനിക്ക് പ്രസന്റേഷൻ വൈസ് ഇങ്ങനെയാണ് ചില്ലി ഡോഗ് വരണത്. എനിക്ക് പ്രസന്റേഷൻ ഒരു കുഴപ്പം തോന്നി. പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സോസേജിന് ടേസ്റ്റ് ഇല്ല. സോസേജിന്റെ ഒരു ടേസ്റ്റ് ഇവര് പ്രസന്റേഷൻ കണ്ടോ, ഇത് ഭയങ്കര സിമ്പിൾ, ഒന്നുമില്ല. പക്ഷെ ആ സോസേജ് ഉണ്ടല്ലോ ടേസ്റ്റ്. സോസേജ് ആണ് ഹൈലൈറ്റ്. ബാക്കിയുള്ള ഒന്നും ഇതില് വലുതായി കിട്ടുന്നില്ല. സോസേജ് നന്നായി കിട്ടുന്നില്ല. അതേ സമയത്ത് നേരെ ഓപ്പോസിറ്റ്, ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇത് ചുറ്റുള്ള ബീഫിന്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ബീഫും ഇത്തിരി ബണ്ണിന്റെ ടേസ്റ്റ് എത്ര കൊടുക്കും ഇത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ടേസ്റ്റ് ഉണ്ട്, എന്നാ പിന്നെ നമുക്ക് കിട്ടേണ്ട സാധനത്തിന്റെ ടേസ്റ്റും അല്ല കിട്ടുന്നത്. എനിക്ക് പറയാൻ പാടില്ല. പക്ഷെ ഇത് രണ്ടും മാച്ച് ചെയ്യേണ്ടി വരും. എനിക്കല്ല, എനിക്കിത് രണ്ടും മാച്ച് ചെയ്യേണ്ടി വരും. ഇത് ഞാൻ ഇപ്പൊ 7 ആണോ? ഇത് എത്ര കൊടുത്തത്? 7 ആണെങ്കിൽ 7 ആണോ നീ കൊടുത്തത്? 6 ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 5 തന്നെ. എനിക്കും ഇത് അല്ലെങ്കിൽ ഇത് നിയർ ടു. പക്ഷെ സോസേജിന്റെ ടേസ്റ്റ് ഇതിന് കൂടുതൽ കിട്ടും. നമ്മൾ സോസേജ് ആണല്ലോ മെയിൻ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടെ പോയിന്റ് പ്രസന്റേഷൻ മോശമാണെങ്കിൽ ആദ്യമായിട്ട് അടിച്ച് കേറിയിരിക്കുന്നു. അപ്പൊ 6. ഇത് എനിക്ക് 6 കൊടുക്കാൻ പറ്റില്ല. എനിക്ക് 5 കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര കൊടുക്കണം? എനിക്ക് 5 തന്നെ മതി. സോസേജിന്റെ ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് സോസേജിന്റെ ടേസ്റ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇത് അടിപൊളി ആവുമായിരുന്നു. ബീഫിന്റെ ടേസ്റ്റ് ഇല്ല സോസേജ്. ഞാൻ വേറെ തന്നെ സോസേജ് കഴിച്ചു നോക്കി, എന്നിട്ട് പോലും എനിക്ക് സോസേജിന്റെ ടേസ്റ്റ് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴേ. ബാർബക്യൂ സോസ് നല്ല പഞ്ചന്റ് മറ്റേനുണ്ടായിരുന്ന സെയിം ഇഷ്യൂ. മറ്റേ ഫ്രഞ്ച് ഫ്രൈ ജസ്റ്റ് ലോഡഡ് ഫ്രൈസിന്റെ ഇതില് ജസ്റ്റ് ലോഫിന് കിട്ടിയ സെയിം ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ മറ്റേ ചീസിന്റെ എഫക്ട് കിട്ടിയാൽ മതി. ഇതില് വരെ പുറത്തുള്ള സാധനങ്ങൾ കൂടുതൽ അതാ പ്രശ്നം. ഇതില് സോസേജ് ഉണ്ട് താനും, എന്നിട്ട് അത് അറിയണില്ല. ഇത് മോശമാണ്. 40-50% അത് സോസേജ് ആണ്. ചില്ലി ആകെ ഒരു 20-30 കൂടി പോയാ അത്രേ ഉള്ളൂ. പക്ഷെ സോസേജിന്റെ ആണ് കിട്ടുന്നത്. ചില്ലി ഡോഗ് എന്ന് പറയുന്നത് ചില്ലി മാത്രല്ല, ഡോഗിന്റെ ഫ്ലേവർ കിട്ടണം. ശരിക്കുള്ള ഡോഗല്ല. പക്ഷെ അതാണ് സംഭവം. അപ്പം സോറി, എനിക്കിത് 5 കൊടുക്കാൻ പറ്റുള്ളൂ. 5 മാക്സിമം എന്നൊക്കെ പറയാൻ പറ്റും. 4-5 ആ റേഞ്ച് തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഓക്കെ, യെസ്, ഫൈനലിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും സ്കോർ ബോർഡ് ഒക്കെ ഉണ്ടല്ലോ. നമുക്കൊരു എന്താ പറയാ, ഓവറോൾ ഒരു കഴിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പ്രിഫറൻസ് ആണ്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറും എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ സ്കോർ എനിക്ക് അതാണ്, എനിക്ക് ചിലത് ജസ്റ്റ് ലോഫിന്റെ ഭയങ്കര നന്നായി, ചിലത് ബിയോണ്ടിന്റെ ഭയങ്കര, ചിലത് ഈ ബിയോണ്ടിന്റെ ഫാനാണ്. അങ്ങനെയും പറയാം. ഞങ്ങൾ രണ്ടാളും ഫിലമോറിന്റെ ഫാൻ അല്ല. അതെ, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഫിലമോറിന്റെ അവസാനത്തെ ഒരു ഐറ്റം നൈസ് ആയിരുന്നു. അതെ, അപ്പൊ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾ ഞങ്ങൾ റിവ്യൂ മൊത്തം കണ്ടു നോക്കുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചില ഐറ്റംസ് ചില സ്ഥലത്ത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ചിലപ്പോ ഇന്ന് നമ്മൾ വാങ്ങിച്ചപ്പോ ചില ഐറ്റംസിന്റെ ടേസ്റ്റ് കുറഞ്ഞു, അതും ആവാം. കാരണം കൂടി പോയിട്ടുണ്ടാവും. അതാണ്, രണ്ടു വഴിക്കും പോവാം. അങ്ങനെ ആവും. കാരണം ജസ്റ്റ് ലോഫിന് ചില ഐറ്റംസ് നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട്, ചില ഐറ്റംസ് അത്രയും ടേസ്റ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഞങ്ങൾ അവിടെ പോയി കഴിക്കുന്നോണ്ടായിരിക്കും. അപ്പൊ ഫ്രഷ് സ്ഥലത്ത് ലൊക്കേഷനിൽ പോയി കഴിച്ചു നോക്കാം. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഏതാ ബെസ്റ്റ് എന്നുള്ളത്. അപ്പോ ഈ വീഡിയോ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ എപ്പിസോഡും കഴിഞ്ഞിരിക്കുന്നു. അതെ, ഇത് എല്ലാം ചേർത്ത് അടുത്ത ആഴ്ച ഇതേ സമയത്ത് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു.
ചിലപ്പോ ഇതേ സമയത്തുണ്ടാവും, ചിലപ്പോ വേറെ സമയത്തുണ്ടാവും. എല്ലാം കാലം എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ വരും. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. അപ്പൊ ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ.